നവംബർ 3 വൈകുന്നേരമാണ് സംഭവം. ആദവനാട് പാറ പ്രദേശത്ത് ഉമ്മാത്ത എന്ന സ്ത്രീയുടെ വീട്ടിൽ അതിക്രമിച്ചു കടന്നാണ് ബന്ധുവായ 17-കാരനും മറ്റൊരു 17-കാരനും ചേർന്ന് സ്വർണ്ണാഭരണം മോഷ്ടിച്ചത്. ഉമ്മാത്തയുടെ മകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഇവരുടെ വീടിനടുത്ത് താമസിക്കുന്ന ബന്ധുവായ 17-കാരനാണ് മോഷ്ടിച്ചതെന്ന് തിരിച്ചറിയുകയും യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിക്കുകയുമായിരുന്നു. സുഹൃത്തായ 17-കാരനും സഹായിച്ചെന്ന് പ്രതി മൊഴി നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടിച്ച സ്വർണം വിൽക്കാൻ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന വളാഞ്ചേരി പേരശ്ശന്നൂർ സ്വദേശി വാൽപ്പറമ്പിൽ അബ്ദുൾ ഗഫൂറാണ് കുട്ടിക്കുറ്റവാളികളിൽ നിന്ന് സ്വർണം വാങ്ങി വിൽപ്പന നടത്തിയതെന്ന് മനസ്സിലായത്. ഗഫൂറിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇയാൾ വളാഞ്ചേരിയിലെ ലോട്ടറി കച്ചവടം നടത്തുന്ന ആദവനാട് പാറ സ്വദേശിനി സെലീനയ്ക്ക് മാല കൈമാറുകയും 1,30,000 രൂപയ്ക്ക് മാല വിൽപ്പന നടത്തിയതായും കണ്ടെത്തി. 20,000 രൂപ ഗഫൂർ കമ്മീഷനായി കൈപ്പറ്റി. ബാക്കി തുക സ്വർണം മോഷ്ടിച്ച കുട്ടികൾക്ക് നൽകി. ഇവർ മന്തി വാങ്ങിക്കഴിക്കുകയും ബൈക്കും ഐഫോണും വാങ്ങിയതായും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. 4 പേരിൽ 17-കാരനായ ഒരാളെയും മാല വിൽപ്പന നടത്തിയ സെലിനെയും ഇനിയും പിടികൂടാനുണ്ട്. വളാഞ്ചേരി CI വിനോദ് വലിയാട്ടൂർ, SI സുരേഷ് കുമാർ, SCPO ശൈലേഷ്, CPOമാരായ ബൈജു പീറ്റർ, ബിജു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മോഷണം നടന്ന് ദിവസങ്ങൾക്കകം തന്നെ പ്രതികളെ പിടികൂടാനായത് വളാഞ്ചേരി പോലീസിന് പൊൻതൂവലാണ്. ഈ ചാനൽ ന്യൂസ്, വളാഞ്ചേരി. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.